എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം ഒക്ടോബറിൽ പുറത്തിറങ്ങും. വിജയ് തന്നെ ആലപിച്ച ഡാൻസ് നമ്പർ എന്ന ഗാനമാണ് പുറത്തു വരാൻ ഒരുങ്ങുന്നത്. അനിരുദ്ധന്റെ സംഗീതത്തിൽ ഒരുങ്ങുന്ന ഗാനം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രാഷ്ട്രീയത്തിൽ ശക്തനാകുന്ന വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണ് ജനനായകൻ. നിവിൻ പോളിയെയും മഞ്ജു വർഗീസിനെയും കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ ഒരുക്കുന്ന സർവം മായ എന്ന ചിത്രം ക്രിസ്തുമസിന് തിയേറ്ററുകളിലെത്തും. സംഭ്രമ ജനനായകനായ ഹാസ്യ ചിത്രമാണെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. സെൻട്രൽ പിക്ചേഴ്സ് ആണ് കേരളത്തിലെ വിതരണക്കാർ. പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള ഹാസ്യപ്രധാനമായ ചലച്ചിത്ര പരമ്പര മസ്തിയുടെ 4ാം ഭാഗം വരുന്നു. വിവേക് ഒബ്രോയ്, അഫ്താബ് ശിവദാസ്, റിതേഷ് ദേശ്മുഖ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന മസ്തി 4 സംവിധാനം ചെയ്യുന്നത് മിലാദ് മില്ലൻ സവേരിയാണ്. ചിത്രം നവംബർ 21 തിയേറ്ററുകളിലെത്തും. 2004 ആദ്യ ഭാഗം തിയേറ്ററുകളിലെത്തിയത്. 2013 ഗ്രാൻഡ് മസ്തി എന്ന പേരിൽ 2ാം ഭാഗവും എത്തിയിരുന്നു. 2016 3ാം ഭാഗമായ ഗ്രേറ്റ് ഗ്രാൻഡ് മസ്തി റിലീസ് ചെയ്തത്. ആദ്യ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നെങ്കിലും 3ാം ഭാഗം പരാജയമായിരുന്നു. റിലീസിന് മുന്നേ റെക്കോർഡ് സൃഷ്ടിച്ചു കാന്താര ചാപ്റ്റർ 1. റിലീസ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെട്ട ട്രെയിലർ 1.2 മില്യൺ പേരാണ് കണ്ടത്. ഋഷഭ് ഷെട്ടിയാണ് നായകനും സംവിധായകനും. പൃഥ്വിരാജ് സുകുമാരനാണ് ട്രെയിലറിന്റെ മലയാളം രൂപം പുറത്തിറക്കിയത്. இதுதான் நம்ம மூலஸ்தானம். நம்ம முன்னோர்கள் வாழ்ந்தது இங்கதான். அது ஒரு பெரிய புராண கதை. காரணிக்கா கல்லா இருக்குமோ? எப்பெல்லாம் மனுஷ அதர்மத்தின் வழி நடக்கிறானோ அப்பெல்லாம் தர்மத்தை காப்பாத்த ஈஸ்வர கடவுள் கணங்கள் அனுப்பிக்கிட்டே இருப்பாரு. രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വ ചിത്രം എവരിവൺ ഈസ് ഈക്വൽ റിലീസ് ചെയ്തു. യുവാൻ വിശ്വനാഥ് പിള്ളയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 2 ട്രാൻസ്ജെൻഡറുകളുടെ ഒരു രാത്രിയിലെ ജീവിതം പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് പ്രദീപ് നീലാംബരി, നിക്കി, വിഘ്നേഷ്, അനുരാഗ് തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ജോസഫ് മെഴിവേലി ക്യാമറ നിർവഹിക്കുന്ന ചിത്രം വേൾഡ് 1 ഓൺലൈൻ ചാനലിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നിന്റെ ആസക്തി അടക്കം നീ കണ്ടെത്തിയവർ ഇവിടെ ഉണ്ടെന്ന്, അവരുടെ ശല്യം കാരണം ആ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് പാതിരാ കാമം വിൽക്കുന്ന പാതിരാ അപചാരികകൾ ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തുന്നെന്ന്